നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, മൂന്നാം പിണറായി ഭരണം ലക്ഷ്യമിട്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചും അവരുടെ നേട്ടങ്ങളുടെ നെറുകയിലൊരു പൊൻതൂവലായിരുന്നു വയനാട് ടൗൺഷിപ്പ്. മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നതാണ് ആ ഒരു ദുരന്തം സംഭവിച്ച സമയത്തൊക്കെ തന്നെ. ഏതായാലും ടൗൺഷിപ്പൊക്കെ തന്നെ ഉദ്ഘാടനം ആദ്യഘട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. വളരെ ഗംഭീരമായി തന്നെയാണ് നടന്നത്. അന്ന് നടന്നിട്ടുള്ള ഒരു സംഭവം നമ്മൾ സിദ്ദിഖ് MLA വന്നപ്പോൾ കൂവി വിളിച്ച സംഭവമൊക്കെ തന്നെ ഞാൻ സാറും തന്നെ മുൻപ് ചർച്ചയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. ഇന്നലെ ആയിരുന്നു അത് വലിയൊരു വിഷയമായിട്ട് ചർച്ചയായിട്ടുണ്ടായിരുന്നു സാർ. അവിടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആ ടൗൺഷിപ്പ് സന്ദർശിക്കുകയാണ്. അദ്ദേഹം വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവസാനം ഒരു നിമിഷത്തിൽ മമ്മൂട്ടി അദ്ദേഹത്തിനോട് പറയുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടു. നിങ്ങൾ ഇതിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. വളരെ സ്വകാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ ആരോ അത് പകർത്തി ആ വീഡിയോ പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ മമ്മൂട്ടിക്ക് ഒരു സൈബർ അറ്റാക്കായിരുന്നു ഇന്നലെ മൊത്തം നടക്കുന്നുണ്ടായിരുന്നത്. ഇതിൽ രണ്ട് തരത്തിൽ ആളുകൾ സാർ ഇതിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഒരു വിഭാഗം മമ്മൂട്ടി ഒരു മെഗാസ്റ്റാർ അല്ലേ, അദ്ദേഹം അത്തരത്തിലൊരു പൊതു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ പ്രതികരിക്കാമായിരുന്നോ, ഒരു സ്ഥലകാല ബോധമില്ലാതെയാണ് നടൻ്റെ പ്രതികരണം അവിടെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതേസമയം തന്നെ റഫീഖിനെ കുറ്റപ്പെടുത്തി, ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനമാണ്, ഒരു പാർട്ടിക്കാരുടെയും പ്രതിനിധിയായിട്ടല്ല, ഒരു പാർട്ടിക്കാരും ക്ഷണിച്ചിട്ടല്ല അവിടെ വന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. ഇത് CPMൻ്റെ ഒരു PR സ്റ്റണ്ടാണ്, അത് നടപ്പിലാക്കാനാണ് റഫീഖ് അവിടെ എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വിഭാഗം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു കൂടുതലും ഫേസ്ബുക്കൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടത് മമ്മൂട്ടിയെ കൂടുതൽ വിമർശിച്ചുകൊണ്ട് പല ഇടത് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലൊരു സൈബർ ബുള്ളിങ് നടക്കുന്നതാണ്. സാറ് ഈ ഒരു വിഷയത്തിൽ സാറിന് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ സാറ് ഇതിനെങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി വളരെ തന്ത്രപൂർവം ഈ സന്ദർശനം നടത്തിയതാണ് എന്നാണ് എനിക്ക് അതിനോട് പറഞ്ഞു, എനിക്കൊരു ഇന്റർവ്യൂ തരണം, അങ്ങനെ ഇന്റർവ്യൂ വഴി ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ ഒന്ന് അവസരം തരണം. മോഹൻലാൽ ആ ട്രാപ്പിൽ കറക്റ്റായിട്ട് വീണു. മോഹൻലാൽ ആ ഇന്റർവ്യൂ പോയി കൊടുത്തു. അപ്പോ മോഹൻലാലിന് എല്ലാ വിധത്തിലുള്ള പൊതുജനങ്ങളുടെയും പിന്തുണയുള്ള ഒരു പ്രമുഖ താരമാണ്. ഇടത് വലത് BJP മുസ്ലിം ലീഗ് ഏത് പാർട്ടിയുടെയും ആൾക്കാർ മോഹൻലാലിനെ ആരാധിക്കുന്നവരുണ്ട്. ആ ഇമേജ് യൂസ് ചെയ്യുകയാണ് സർക്കാർ അവിടെ ചെയ്തത്. അപ്പൊ ആ ട്രാപ്പിൽ ഇലക്ഷൻ സമയത്ത് മോഹൻലാൽ അതിനകത്ത് വീണു കൊടുത്തു. മമ്മൂട്ടി ബുദ്ധിമാനാണ്, അദ്ദേഹം ആ ട്രാപ്പിൽ വീഴാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പൊക്കളാമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അദ്ദേഹം ഒറ്റയ്ക്ക് ഈ പരിപാടിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചെങ്കിലും അത് സ്വകാര്യം എന്നെനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം അവിടെ അതിന്റെ ഉദ്യോഗസ്ഥർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. മറ്റു പലരും അദ്ദേഹത്തിനെ പിന്തുടർന്നിരുന്നു. ഈ ചാനലുകൾ എല്ലാം അവിടെ എത്തിയിരുന്നു. അപ്പോൾ വെൽ ഇൻഫോംഡ് എന്നാൽ ഇൻഫോംഡ് അല്ലാത്ത മട്ടിൽ ഒരു കാഷ്വൽ വിസിറ്റ് പോലെയാണ് അത് നടന്നത്. അതൊരു പ്ലാൻഡ് അൺപ്ലാൻഡ് പ്രോഗ്രാം പോലെ ആണ് അത് നടന്നത്. ഇപ്പോ ടിവിയിൽ കാണുമ്പോൾ നമ്മൾ തോന്നും പെട്ടെന്ന് മമ്മൂട്ടി അവിടെ പ്രവേശിക്കുകയും അതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ മനോഹരമായിരിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തതെന്നാണ് പലരും ധരിക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിൽ തോന്നുന്നത് അതും ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ മോഹൻലാലിനെ പോലെ മമ്മൂട്ടി അങ്ങനെ അങ്ങ് വീണു കൊടുത്തില്ല. എന്റെ ഒരു PR വർക്ക് പോലെ ഇതായി നടത്താനായിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ പോവും, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ വേണമെങ്കിൽ വിടാമെന്ന് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു കാണും. ഇത്ര സമയത്തിന് ഞാൻ അവിടെ വരും, ഞാനിത് കണ്ടേച്ച് പോകുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കാണും. അദ്ദേഹം അവിടെ വന്നു, കണ്ടു. അപ്പോ ഉദ്യോഗസ്ഥന്മാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറായിട്ട് നിന്നു. TV ചാനലുകൾ റെഡിയായി നിന്നു. തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അവിടെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ തുടങ്ങി. അപ്പോ എക്സ്പ്ലനേഷൻ ഒരുപാടായപ്പോ ഈ TV വന്നുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ മമ്മൂട്ടിക്ക് തോന്നിക്കാണും
ഇത് മോഹൻലാൽ ചെയ്ത പോലത്തെ ഒരു PR വർക്കായിട്ട് എന്റേതും മാറുമോ, അതുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവണം എന്നാണ് എന്റെ ധാരണ. ഞാൻ അതിനകത്ത് കാണുന്നത് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ഒരു കാരണവശാലും അവർ രാഷ്ട്രീയത്തിൽ, ഇപ്പൊ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലുണ്ട്, നമുക്കറിയാം. BJPക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം, അത് കുഴപ്പമില്ല. ഗണേഷ് കുമാർ LDFന് വേണ്ടിയായിരിക്കും പറയുക, അദ്ദേഹം അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. മുകേഷ് LDFന് വേണ്ടിയാണ് പറയുക എന്നറിയാം. അല്ലാത്ത താരങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരം സർക്കാർ പദ്ധതികളെ പ്രകീർത്തിക്കാൻ പോകുന്നത് ജനങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അവരുടെ മതിപ്പിന് കുറവുണ്ടാകും. അവരെ ജനങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ അദ്ദേഹം LDFന് വേണ്ടി പറഞ്ഞോ, ഇലക്ഷൻ സമയമാണ്, വെറും 30 ദിവസത്തിന് താഴെ ഉള്ളൂ ഇനി നമ്മൾ വോട്ട് ചെയ്യാൻ പോകാൻ. ആ സമയത്ത് ഷോകൾ, ഗിമ്മിക്കുകൾ നടത്തുമ്പോൾ, പ്രമുഖ താരങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രധാനപ്പെട്ട ആ ഇമേജ് ചില ഏജൻസികൾ യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവർ അതിൽ നിന്ന് പിന്മാറേണ്ടതാണ്. ഒരു കാരണവശാലും ഇലക്ഷൻ അടുത്ത സമയത്ത് ഇത്തരം ഷോകൾക്ക് സൂപ്പർ താരങ്ങൾ നിന്ന് കൊടുക്കരുത്, അല്ലെങ്കിൽ അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ട്. ഈ കുഴപ്പമില്ല, ഞാൻ LDFന്റെ ഭാഗമാണ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാള് LDFന് വേണ്ടി പറഞ്ഞാൽ ആരും എതിർക്കാൻ പോകില്ല. ഗണേഷ് കുമാർ LDFന് വേണ്ടി നല്ലത് പറഞ്ഞാൽ നമുക്ക് എതിർക്കും, മുകേഷ് പറഞ്ഞാൽ നമുക്ക് എതിർക്കും. മമ്മൂട്ടിയും മോഹൻലാലും പറയുമ്പോൾ നമ്മള് ഒരിക്കലും വിളിക്കുക, അതെന്താ അവരങ്ങനെ പറയുന്നത്, അവർ നിഷ്പക്ഷർ ഇങ്ങനെ പറയാമോ? അവർക്കൊരു വാല്യൂ ഉണ്ട്, അവർക്കൊരു പറയുന്നതിന് ഒരു മൂല്യമുണ്ട്. ആ മൂല്യം അവർ മിസ്യൂസ് ചെയ്തോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ചില ആളുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി പറയുമ്പോൾ വലതുപക്ഷത്തെ പ്രേക്ഷകർ കൂടുതൽ വേദനിക്കും. അയ്യോ ഞങ്ങളും മമ്മൂട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ അഭിപ്രായമല്ലല്ലോ മമ്മൂട്ടി പറഞ്ഞത് എന്ന് അവർക്കും തോന്നാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം താരങ്ങൾ വളരെയധികം. വേറൊരു പ്രശ്നം നടപ്പുണ്ട്. ഈ ഒരു പരസ്യങ്ങൾ റിയൽ ഷോയുണ്ട്, രീതിയിൽ ഇങ്ങനെ റിയൽ ഷോ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശുപത്രികൾ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീൽ ഷോ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ന്യൂസ് വായിക്കുന്നവര് എന്താ പറയുന്നത്, വയറ്റിൽ കത്തി കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആശുപത്രി ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ജനം കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടതല്ലേ ഉള്ളൂ, PRDയുടെ എല്ലാം മനോഹരം, കാത്ത് ലാബുകൾ, അങ്ങനെ സൗകര്യം എല്ലാം മെച്ചപ്പെട്ടു, കമ്പ്യൂട്ടറൈസ്ഡ് ആയി, കേരളം വർദ്ധിച്ചയായി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവര് അതേ സാധനത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ന്യൂസ് റീഡർ പറയുന്നു അവിടെ കുഴപ്പങ്ങളുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ, റോഡുകൾ മനോഹരം, പാലങ്ങൾ മനോഹരം, കേരളം വർദ്ധിച്ചയായി മാറി. അടുത്തത് കുണ്ടും കുഴിയുമുള്ള റോഡിൽ വീണ് നടുപിടിഞ്ഞ് പിന്നെ മരിച്ചുപോയ യുവാവിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. തൊടുപുഴയിൽ എങ്ങാണ്ട് നടന്ന സംഭവം അറിയില്ലേ അവിടെ. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാ മാച്ച് ചെയ്ത് പോകുന്നത്? കേരളം പരിശുദ്ധമാണെന്ന് പറയുകയും മാലിന്യം കൊണ്ട് പിന്നെ മൂടിക്കിടക്കുകയും അവിടെ നമ്മള് പിന്നെ മസ്തിഷ്ക ജ്വരവും ഒക്കെ വരുന്ന സാഹചര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. അടുത്ത ഇത് വായിക്കുക, മസ്തിഷ്ക ജ്വരം വന്ന് ആളുകൾ മരിക്കുക. തോട്ടിലും ആറ്റിലും ഒക്കെ കൊണ്ടുവന്ന് നമ്മള് മാലിന്യം നിക്ഷേപിച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പൊ കേരളം ശുദ്ധം എന്ന് പറയുകയും റിയൽ വേറൊന്ന് കാണുകയും ചെയ്യും. റിയൽ ആയിട്ട് ന്യൂസ് ലീഡർ ഇതൊക്കെ ഇരുന്ന് വായിക്കുകയും ചെയ്യും. അപ്പൊ ജനം അന്തം വിട്ടിരിക്കുക, ഏതാണ് സത്യം ഏതാണ് ശരി? ഈ PRDയുടെ അഡ്വൈസ്മെന്റ് ആണോ ശരി, ന്യൂസ് ലീഡർ അത് കഴിഞ്ഞിട്ട് വായിക്കുന്ന ദുരന്തങ്ങളുടെ കഥയാണോ ശരിയെന്ന് സംശയിക്കുന്നവർ വന്നിരിക്കുന്നു. അപ്പോ ജനത്തിന് വിലയിരുത്താൻ കുറച്ച് പാടാണ് ഈ 3 മാസത്തിനകം. അങ്ങനെ സാർ ഇവിടെ ശ്രദ്ധിച്ചൊരു അവരുടേതായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അവിടെ ഇതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ എന്ത് വിഷയം വന്നാലും നമ്മുടെ CPMന്റെ മന്ത്രിമാരും മറ്റുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ക്യാപ്സ്യൂളുകൾ ഇറക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്കാർക്കും ഈ ഒരു വിഷയം വലിയ രീതിയിലൊരു വിവാദമാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോസ്റ്റിടലും ചീത്തവിളി മാത്രമേ ഉള്ളൂ. ഒരാളും എനിക്ക് തോന്നുന്നു ആരും ഇതുവരെ വന്നില്ല തോന്നുന്നു ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെ മുതിർന്നിട്ടില്ല എന്നുള്ളത്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സാറ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ ഇനി വീണ്ടും ഇതിന്റെ പേരിലൊരു വിഷയം അത് ഊതി വീർപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കുമല്ലേ? അതായത് ഇൻഡയറക്റ്റ് ഒരു PR വർക്ക് നടത്തിയതാണ്, അത് മന്ത്രിമാർക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ വിമർശിച്ചാൽ പിന്നെ മമ്മൂട്ടിയും പറയും വേറെ ചിലത്, അപ്പൊ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തായാലും ഒരു
പ്യുവർ സ്വകാര്യ സന്ദർശനമല്ല എന്നുള്ളത് അല്പം മൂളയുള്ളവർക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്യുവർ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ മമ്മൂട്ടി വന്നു പോയി കഴിഞ്ഞിട്ടേ വളരെ അറിയുള്ളൂ. അല്ലെങ്കിൽ ക്യാമറമാൻ ഓടിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും മമ്മൂട്ടി എല്ലാം കണ്ടു കഴിഞ്ഞ് പോകാൻ നേരത്തെ ടാറ്റ ബൈ ബൈ എന്ന് പറയുന്ന ഇതിലായിരിക്കും മിക്കവാറും ചാനലുകൾ അവിടെ എത്തുക. സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കാത്തിരിക്കൂല അവിടെ ആരെങ്കിലും വരുന്നോ എങ്കിൽ ഈ പദ്ധതി കാണിച്ചു കൊടുക്കാം, അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുവോ? അപ്പൊ തീർച്ചയായിട്ടും അത് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. PR അല്ലാത്തൊരു PR വർക്കാണ് എന്നാണ് എന്റെ വിശ്വാസം. മമ്മൂട്ടി എന്നോട് ക്ഷമിക്കണം, ഇത് എന്റെ ഒരു തോന്നൽ ഇത് തന്നെയാണ്. അതിന് സാധാരണക്കാരായ പ്രേക്ഷകർക്കും ഇതിങ്ങനെ തന്നെ തോന്നുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് സന്ദർശനം ഒരിക്കലും ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ എല്ലാ ചാനലുകളും കവർ ചെയ്യാനും പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ഒരാൾ മൊബൈലിൽ എടുത്തതായിരിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടില്ല, ചില ആക്രമണം നടക്കും, ചില ഉരുൾപൊട്ടൽ വരുന്നു, ചില ആക്സിഡന്റ് വരുന്നു. ഇതൊക്കെ ഒരു CCTV അല്ലെങ്കിൽ ഒരാളുടെ ഒരു മൊബൈലിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് പിന്നെ പല ചാനലുകാരും പിന്നെ അതെടുത്തിട്ട് ആഘോഷിക്കുന്നത്, അല്ലേ? അപ്പോ അതുപോലെ മമ്മൂട്ടി വന്നതും ചിലപ്പോ അവിടെ വരുമ്പം ഒരാൾ എടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ 10 പേര് അവരുടെ ക്യാമറയിൽ വീഡിയോ ആയിട്ട് അവരുടെ മൊബൈലിൽ എടുത്തെന്നിരിക്കും. ആ സാധനം പിന്നീട് പല ചാനലുകളും കൊണ്ടിട്ട് ഒരു വേഗമായിട്ടുള്ള ഒരു പിക്ചർ നമ്മളെ കാണിച്ചു തന്നിരിക്കും. ഇതങ്ങനെയല്ല, ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആവണം. സ്വകാര്യ സന്ദർശനമല്ല, സ്വകാര്യ സന്ദർശനമല്ല. അതേസമയം അദ്ദേഹം ഇന്നലെ വിളിച്ചു മമ്മൂട്ടി അദ്ദേഹത്തെ. എനിക്ക് തോന്നുന്നു ഇത് വലിയ രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇമേജ് അദ്ദേഹത്തിന് കാണിക്കുന്നു. അദ്ദേഹത്തിന് PR മാനേജർമാരൊക്കെ ഉണ്ട്, അവര് പറയും അദ്ദേഹത്തോട്ട് ഇപ്പൊ നമ്മുടെ ഈ വിഷയമൊന്നും വളരെ അത് CPM ചാനലുകൾ സൈബർ പാർട്ടികളെല്ലാം കൂടെ നമ്മളെ എടുത്തിട്ട് കൊല്ലുകയാണ്. അപ്പൊ അതിന്റെ പ്രതികാരം നീക്കണം, അതുകൊണ്ട് അങ്ങയുടെ ഒരു വേഷം വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വേഷം കൊടുക്കും. എല്ലാം ഇപ്പൊ അവർക്കെല്ലാം ഇതുപോലെ PR മാനേജറുണ്ട്, അവരുടെ പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, എല്ലാം അവർക്കുണ്ട്. ആ സെറ്റപ്പ് അവര് ഉടനെ അറിയിക്കും, അവരനുസരിച്ച് ആക്ട് ചെയ്യും. അതാണ് അവിടെ ഉണ്ടായത്. പറയുന്നത് ഇതാണ്, ഒരു പ്രമുഖ താരവും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ അവർ വിജയിച്ചു, രാഷ്ട്രീയത്തിൽ ഇറങ്ങി, കുഴപ്പമില്ല. അവിടെ എന്ത് പ്രകടനമാണ്. മമ്മൂട്ടി ഇതുപോലെ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി ഇറങ്ങുകയാണ്, മോഹൻലാൽ ഒരു പാർട്ടി ഉണ്ടാക്കി ഇറങ്ങുകയാണ്, ഒരു കുഴപ്പമില്ല. അവര് പ്രചരണം നടത്തണം, അതിന് അനുകൂലമായോ പ്രതികൂലമായോ എങ്ങനെ വേണോ അവർക്ക് പറയാം. ജനത്തിന് കൺഫ്യൂഷൻ. ഇതിപ്പോ നിഷ്പക്ഷ പ്രേക്ഷകർ എന്റെ ആരാധനാമൂർത്തിയായ മോഹൻലാൽ ഇടപാളികളിൽ നിന്ന് അതുല്യ നടൻ മമ്മൂട്ടി ഒക്കെ പറയുന്നത് എന്താണെന്ന് കാതോർത്തിരിക്കുകയാണ്. അപ്പൊ അവരെ ചിലരെ ഞെട്ടിക്കും. പലതിനും മാത്രമായിട്ടുള്ള കാര്യം പറഞ്ഞോ, പലതിനും മാത്രമായിട്ടുള്ള കാര്യം പറഞ്ഞോ എന്നുള്ളത് അവരെ ഞെട്ടി. അതുകൊണ്ട് അവര് ആണ് അവരുടെ PR-ൽ കാര്യം എത്തിക്കേണ്ടതെന്നാണ്. സമയത്ത് റിയൽ ആണ് വേണ്ടത്. ഏത് പാലം, ഏത് ഓട നമ്മൾ നോക്കി അറിയാലോ. ഓറ് എന്തോന്ന് നോക്കാനായിട്ടേ എല്ലാം കൂടെ ഞെട്ടിപ്പോഴേണ്ട, അല്ലേ? നല്ലപോലെ അറിയാലോ. ചോറ് നോക്കാനായിട്ട് നമ്മൾ ഒരു പീസ് നോക്കിയാൽ മതി. നമ്മുടെ അടുത്തുള്ള ഒരു ആശുപത്രി നോക്കിയാൽ അറിയാം നമുക്ക് ആശുപത്രികൾ നന്നായിട്ടുണ്ടോ. അടുത്തുള്ള നാഷണൽ ഹൈവേയുടെ ഒരു പോലെ നോക്കിയാൽ അറിയാം നാഷണൽ ഹൈവേ മെച്ചപ്പെട്ടിട്ടുണ്ടോ. അടുത്തുള്ള ഒരു റോഡ് നോക്കിയാൽ അറിയാം അത് മെച്ചപ്പെട്ടിട്ടുണ്ടോ. അടുത്തുള്ള പഞ്ചായത്ത് റോഡ് നോക്കിയാൽ അറിയാം അത് മെച്ചപ്പെട്ടിട്ടുണ്ടോ. അടുത്തുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും നമ്മൾ നോക്കിയറിയാം അത് നമ്മളെ 5 വർഷത്തേക്കാൾ മാറ്റിയോ. ഇത് മാത്രം ശരിയായ ആൾ തോന്നുന്നത്. ഏതായാലും മമ്മൂട്ടിയെ പോലെയുള്ള ഒരു താരം അദ്ദേഹം അവിടെ സന്ദർശിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ദേശീയ ശ്രദ്ധ അങ്ങോട്ടേക്ക് കിട്ടും. പക്ഷേ അത് അബദ്ധത്തിൽ അതൊന്ന് ചെറിയൊരു വിഷയം വന്നപ്പോൾ അതൊന്ന് വഴി മാറി ആ ഒരു ടൗൺഷിപ്പിൻ്റെ ഒരു അവിടുത്തെ കാര്യങ്ങളും എന്നതിലുപരി ഈ ഒരു മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോയി എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തെ വീർപ്പിക്കാനായിട്ട് പാർട്ടിക്കും താല്പര്യമില്ല, മമ്മൂട്ടിക്കും താല്പര്യമില്ല. അത് എനിക്ക് തോന്നുന്നു ഇന്നലെ അദ്ദേഹം വിളിച്ചോട് കൂടിയിട്ട് ആ വിഷയം അതവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും ആളുകൾ കുത്തിക്കുറിക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും.
അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇതോടുകൂടി തന്നെ അവസാനിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ അവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്നല്ല, അവിടെ ടൗൺഷിപ്പ് അവിടെ സന്ദർശിക്കാനായിട്ട് ആർക്കും സാധിക്കും. അവിടെ എല്ലാവർക്കും വരാനുള്ള, അവിടെ ഇന്നൊരു വിഭാഗം മാത്രമല്ല, അല്ലെങ്കിൽ ഇന്നൊരു പാർട്ടിയുടെ ആൾക്കാർ മാത്രമല്ല അവിടെ സർക്കാർ ഖജനാവിലോട്ട് സംഭാവന കൊടുത്തിരിക്കുന്നതൊന്നും, ഒരുപാട് ആളുകളാണ് ഇതിലേക്ക് സഹായം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ആർക്കും വരാനുള്ള അവകാശം എല്ലാവർക്കും തുല്യം തന്നെയാണ്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ മാത്രം ഉയർച്ചയായിട്ട് നമുക്കതിനെ ഉയർത്തി കാണിക്കാനൊന്നും സാധിക്കത്തില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഫണ്ട് എടുത്ത് സർക്കാർ നമ്മുടെ എല്ലാവരുടെയും പണം എടുത്ത് ഉണ്ടാക്കിയ സാധനമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്ദർശിക്കാം, അതിലെ മനോഹാരിത എല്ലാവർക്കും ആസ്വദിക്കാം, അതിലെ സേവനം എല്ലാവർക്കും ആസ്വദിക്കാം, അതിലെ ഗുണങ്ങൾ എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്നതാണ്. സർക്കാരിന് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. അത് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ഷൻ സമയത്താകുമ്പോൾ ഇത്തരത്തിലുള്ള കെണികളിൽ ചാടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് വരാതെ നോക്കാം. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ, ഒരു മാസത്തിനകം ഇലക്ഷൻ കഴിയും അല്ലേ? ഇതിലായിട്ട് അദ്ദേഹം സന്ദർശിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിവാദത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. എങ്കിൽ ഒരു 2 മാസം മുമ്പേ ആയിരുന്നെങ്കിൽ ഇത് പ്രശ്നം വരില്ല. ഇതൊക്കെ ജനം ഇലക്ഷനെ ഇപ്പൊ ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാം ഇലക്ഷനിൽ എന്തൊക്കെയാണ് ഗിമിക്കുകൾ നടക്കുന്നത്, എന്തൊക്കെയാണ് എന്റെ മനസ്സിനെ നടക്കുന്നത് എന്നൊക്കെ അറിയാം. അപ്പൊ അതാ ജനം ഇതൊന്നും മെയിനില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിൽ നിൽക്കുന്നവർ ഒരാൾ വരുമ്പോൾ അതിന്റെ എന്താണ്, അത് നടന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നൊക്കെ ആ വിലയിരുത്തലിൽ മമ്മൂട്ടി ഇപ്പോൾ ഇലക്ഷൻ സമയം അടുത്തതായതുകൊണ്ട് അദ്ദേഹം പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം തീർച്ചയായിട്ടും സദ്ദേശിയായിരിക്കാം വന്നത്, പക്ഷെ അതിന് വരുത്തിയ ഭരണാലികളിലൂടെ ആയ അദ്ദേഹത്തിന് സഫോക്കേഷൻ എന്നുള്ളത് സത്യമാണ്. അതിലെന്തോ ഉദ്ദേശിക്കാത്ത പലതും പുറത്തു വന്നതുകൊണ്ടാണ് ഈ സൈബർ അറ്റാക്കുകൾ അങ്ങനെ വരാനുണ്ടായ കാരണം. അതിന് ഓപ്പോസിറ്റ് പ്രതികരണവും അങ്ങനെ വന്നത് അതുകൊണ്ടാണ്. നിർഭാഗ്യകരം. എല്ലാ നല്ല പ്രവൃത്തികളും നല്ലതായിട്ടാണ് അവസാനിക്കേണ്ടത്. അതിൽ കളങ്കം പാടില്ല. ഏതായാലും പ്രേക്ഷകർക്ക്, ഓരോരുത്തർ കാണുന്നവർക്കോ അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു അഭിപ്രായത്തിലേക്ക് എത്താം. ഇനി ഇതിനെ എതിർത്ത് പറയുന്നവരും ഉണ്ടാവും തീർച്ചയായിട്ടും. 3 പക്ഷമാണ്. ഒന്ന് ഒരു ഇടതുപക്ഷം, പിന്നെ ഞങ്ങൾ ചെയ്തത് വലുതാണെന്ന് പറയും. മമ്മൂട്ടി അവിടെ വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ആളിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ എതിർത്തത് മോശമാണെന്നും പറയും. രണ്ടാമത്തത് വലതുപക്ഷം, ഈ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അവരും ചിലപ്പോൾ പറഞ്ഞേക്കാം. മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്, അത് വളരെ ചെറുതാണ്, നിഷ്പക്ഷം. അതൊരു പകുതി പോലും വരാൻ വഴിയില്ല. ആ പക്ഷമാണ് അവരുടെ മനസ്സിൽ കളങ്കമില്ല. ആ മനസ്സിലേക്കാണ് എല്ലാവരും ഈ സന്ദർശനത്തിന്റെ റിസൾട്ട് ഉദ്ദേശിക്കുന്നത്. അത് അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ അറിയാവുന്നതുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഇതോടുകൂടി തന്നെ സർക്കാരും അതുപോലെ തന്നെ പാർട്ടി മമ്മൂട്ടിയും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ പിന്നാലെ ഇനിയിപ്പോൾ കടിച്ചു തൂങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം എന്ന് മാത്രമേ നമുക്കും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാം നന്മയ്ക്കായി തന്നെ നമുക്കും പറയാം. എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ അതെ അവർക്ക് ഒരുപാട് ദുരന്തം വന്നതാണ്. മനസമാധാനവും ശാന്തിക്കട്ടെ, സുഖമായി ജീവിക്കട്ടെ. അവരുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി തന്നെയാണ് കേരളവും ആഗ്രഹിക്കുന്നത്.